ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗെയിൻ. നമ്മൾ ലുസൈനിൽ ഇന്നലെ ടിറ്റ്ലിസിലൊക്കെ പോയി പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നേക്കാണ്. നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികൾ. തേജുവും സൂര്യയൊക്കെ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു ട്രെയിനിൽ കയറി. ഇനി പോകുന്നത്, ഇന്നത്തെ പരിപാടികൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് സ്യൂറിക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്യൂറിക്കിൽ ചെന്നിട്ട്, സ്യൂറിക്കിലെ കാഴ്ചകളല്ല പ്രധാനമായിട്ടും എല്ലാവരും കൊതിക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികൾ കൊതിക്കുന്ന ഒരു സംഭവമുണ്ട് അവിടെ, ചോക്ലേറ്റ് ഫാക്ടറി. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, സ്യൂറിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എവിടേക്ക് പോകാം? ഈ സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ ഒരു കുഞ്ഞൻ രാജ്യമുണ്ട്, ലിച്ചൻസ്റ്റീൻ. അവിടേക്കുള്ള യാത്രയാണ്. തേജു യാത്രക്കാരൊക്കെ ആയിട്ട് വീണ്ടും ഇങ്ങനെ അവൻ്റെതായ കുറേ കുസൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇവൻ്റെ ഈ കുട്ടിത്തരങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. കുറച്ച് വയസ്സായ സ്ത്രീകളാണ്, അവരിങ്ങനെ അവനെ കളിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഏകദേശം 1 മണിക്കൂറത്തെ യാത്ര കൊണ്ട് ഞങ്ങൾ സ്യൂറിച്ചിലെത്തി. സ്യൂറിച്ച് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി ഉള്ള സ്ഥലത്തേക്ക്, അതായത് കിഷ്ബർഗ് എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര്, അവിടേക്കുള്ള അടുത്ത ട്രെയിൻ കയറണം. അതധികം ദൂരമില്ല, ഒരു 4 സ്റ്റേഷൻ മാറി കഴിഞ്ഞാൽ നമുക്ക് കിഷ്ബർഗിലെത്താം. സ്യൂറിക്കിൽ വന്നു, സ്യൂറിക്കിൽ വന്നിട്ട് ഇനി ലിൻഡ് ഫാക്ടറിയിലോട്ട് പോവുകയാണ്. അതിന് നമ്മൾ സ്യൂറിക്കിൽ നിന്ന് വേറൊരു ട്രെയിൻ എടുക്കണം. അപ്പോൾ ലുസൈനിൽ നിന്ന് ഞങ്ങൾ സ്യൂറിക്കിലെത്തി. സ്യൂറിക്കിൽ നിന്ന് നേരെ കിഷ്ബർഗ് എന്നുള്ളൊരു സ്റ്റേഷനുണ്ട്. ഞങ്ങളങ്ങനെ കിൽഷ്ബർഗ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് എത്തുന്ന 4 സ്റ്റേഷനാണ് സ്യൂറിക്കിൽ നിന്നുള്ളത്. ഈ കാണുന്നതാണ് കിൽഷ്ബർഗ് സ്റ്റേഷൻ. അത്ര വലിയ പ്രൗഢിയൊന്നുമില്ല, ഒരു 2 നില കെട്ടിടം, അത്രയേ ഉള്ളൂ. അവിടെ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നമുക്ക് 10 മിനിറ്റ് നടക്കണം. സഞ്ചാരികൾക്ക് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പല ഭാഗത്തും സൈൻ ബോർഡ്, ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളതൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വളരെ നല്ലതാണ്, അതുകൊണ്ട് നടക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. തേജുവും ഇടയ്ക്കിടയ്ക്ക് അവനും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിലാണ് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നത്. ഒന്ന്, ഞങ്ങളിപ്പോൾ വന്നതുപോലെ ട്രെയിനിൽ വരാം. അതായത് കിഷ്ബർഗ് സ്റ്റേഷനിലേക്ക് 58 അല്ലെങ്കിൽ S24 എന്നുള്ള ഒരു ട്രെയിൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബസ്സിന് വരാൻ പറ്റുള്ളൂ. ബസ്സിനാണെങ്കിൽ ബർക്ലി പാറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് 165 എന്നുള്ളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാക്ടറിയുടെ മുന്നിൽ തന്നെ വന്നിറങ്ങാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 300 മീറ്റർ പിന്നിട്ട് ഇനിയുണ്ട് കുറച്ചും കൂടി. അങ്ങനെ കുറച്ച് ദൂരം നടന്നതിന് ശേഷം ഞങ്ങൾ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഈ കാണുന്ന കെട്ടിടം കണ്ടില്ലേ? വെളുത്ത നിറത്തിലുള്ള ചോക്ലേറ്റ് പോലെയുള്ള ഒരു കെട്ടിടം. ഇത് തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി ആൻഡ് മ്യൂസിയം. ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകട്ടോ. ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ലിൻഡിന്റെ ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ ഒരു സ്ട്രക്ചർ. ഒറിജിനൽ ചോക്ലേറ്റ് ആണ്, അതുകൊണ്ട് ആ ഏരിയ മൊത്തം ചോക്ലേറ്റിന്റെ മണവും നമുക്ക് അനുഭവപ്പെടും. അതൊരു കിടിലൻ കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ സമയം കളയാതെ തന്നെ, കാരണം അകത്ത് കയറിയിട്ട് ഇനി ചോക്ലേറ്റ് ഒക്കെ തിന്നാണ്ടല്ലോ, അതുകൊണ്ട് എത്രയും വേഗം ടിക്കറ്റ് എടുത്തിട്ട്, ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അത് വാലിഡേറ്റ് ചെയ്താൽ മതി. 2020 നാം ഈ കാണുന്ന രീതിയിൽ മ്യൂസിയം നവീകരിച്ചത്. ലോബിയിൽ ചെന്നിട്ട് ഞങ്ങൾ ടൂർ പ്രോഗ്രാമിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. റിസപ്ഷനിൽ നിന്ന് ഒരു ഓഡിയോ ഹെഡ്സെറ്റ് സിസ്റ്റം നമുക്ക് കിട്ടും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലത്തെയും ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇടനാഴിയിലൂടെ കടക്കുമ്പോൾ നിരവധി കൊക്കോ ട്രീകളും അതുപോലെ സൈഡിലൊക്കെ LED സ്ക്രീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതിൻ്റെ ചരിത്രവും, എവിടെ നിന്നാണ് കൊക്കോ വരുന്നത്, അതിൻ്റെ ഉൽപ്പാദനം, എങ്ങനെയാണ് ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന, വിശദമായിട്ട് കാണിച്ചു തരുന്ന ഒരു ഏരിയയാണ് ആ കോറിഡോർ മൊത്തം. അതുകൂടാതെ ഈ ടൂർ ഗൈഡ് ഇങ്ങനെ നമുക്ക് ഓരോ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും. പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൊക്കോ എത്തുന്നത്. പ്രത്യേകിച്ചും ഘാന, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും നല്ല കൊക്കോ ഇവിടെ എത്തുന്നത്. പിന്നീട് കാണുന്നത് ഇതെങ്ങനെയാണ് പുരാതന കാലത്തൊക്കെ ഗ്രൈൻഡ് ചെയ്തിരുന്നത്, അതിനുള്ള മെഷീനറീസ് എന്തൊക്കെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അത് ചെറിയ ഡെമോ പോലെയാണ് വെച്ചിരിക്കുന്നത്.
ഈ കാണുന്നതാണ് ചോക്ലേറ്റ് വെൻഡിങ് മെഷീനുകൾ. ഈ മെഷീനുകളിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആണ് ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. പല ഫ്ലേവറുകളിലുള്ള മെഷീനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവിടെ ഇങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ നിരവധി ബോക്സുകളായിട്ട് നമ്മുടെ ലിൻഡിൻ്റെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ള ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളത്, ആ ഗ്ലോബ് ഷേപ്പിലുള്ള ചോക്ലേറ്റുകൾ പല നിറത്തിലുള്ളത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ബോക്സിൽ നിന്ന് നമ്മളുടെ ടീമിൽ എത്ര പേരുണ്ട്, അതായത് നമ്മളിപ്പോൾ 4 പേരാണായിട്ട് പോകണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ചോക്ലേറ്റ് വെച്ചിട്ട് ഓരോ ഫ്ലേവറിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ 3 പേരുണ്ട്. അപ്പോൾ എല്ലാ ബോക്സിൽ നിന്നും നമുക്ക് 3 ചോക്ലേറ്റ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നീട് ഞങ്ങൾ പോയത് ലിൻഡിൻ്റെ ഷോപ്പിലേക്കാണ്. അത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡാണത്. നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തരും. വെൽക്കം ചെയ്യുന്ന ആൾക്കാർ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചോക്ലേറ്റ് കൊടുക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കാവുന്ന അവരുടെ ഒരു സ്റ്റോർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ്. കാരണം ഇവിടെ വിസിറ്റിന് വരുന്നവർ എന്തായാലും ഇവിടെ കയറിയിട്ട് ഷോപ്പ് ചെയ്യാതിരിക്കില്ലല്ലോ. കാരണം പല വെറൈറ്റിയിലുള്ള ചോക്ലേറ്റ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ എയർപോർട്ടിലൊക്കെ ചിലപ്പോൾ ഒരു 1-2 ഫ്ലേവേഴ്സ് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ലിൻഡിൻ്റെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ കളറൊക്കെ നോക്കിയേ, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കളറിൽ ലിൻഡ് ഉണ്ടോ എന്നും എനിക്കറിയില്ലായിരുന്നു. സാധാരണ നമ്മൾ റെഡ് അല്ലെങ്കിൽ ബ്രൗൺ, ബ്ലൂ അതൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ യെല്ലോ, ഗ്രീൻ, ഗ്രീൻ തന്നെ ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, അങ്ങനെ പല പല നിറത്തിലാണുള്ളത്. ശരിക്കും ഒരു ചോക്ലേറ്റിൻ്റെ വർണ്ണ ലോകത്തേക്ക് ചെന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഈ ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഉല്ലസിക്കാൻ പറ്റിയ ഒരു സ്ഥലം, അവർക്ക് ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതേ റേറ്റ് തന്നെയാണ് പുറത്ത് നമുക്ക് നല്ല സൂപ്പർ മാർക്കറ്റ് സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റുകൾ മാക്സിമം വാങ്ങിക്കുക, ഇവിടെ നിന്ന് ഇറങ്ങുക. ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശനം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ സ്യൂറിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. ഉച്ചസമയമാണ്. സൂര്യ തേജുവിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് വേറൊരു രാജ്യത്തേക്കാണ്. യൂറോപ്പിലെ ഒരു കുഞ്ഞൻ രാജ്യം, അതായത് സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ ഒരു ചെറിയ രാജ്യമുണ്ട്. ലിഷൻസ്റ്റീൻ എന്നാണ് അതിൻ്റെ പേര്. സ്യൂറിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ രാജ്യത്തോട്ട് പോകാൻ പറ്റും. സാരഗൻ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക. അവിടെ നിന്ന് റോഡ് മാർഗം നമുക്ക് ഈ രാജ്യത്തോട്ട് പോകാം. സാരഗനിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലൻസി എന്നുള്ള ഒരു വലിയ തടാകത്തിന്റെ തീരത്തൂടെയാണ് ട്രെയിൻ സാരഗൻസിലോട്ട് പോകുന്നത്. ഈ സ്വിറ്റ്സർലൻഡിന്റെ പ്രത്യേകത അറിയാലോ, അതൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. അതായത് ചുറ്റും മറ്റു രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട വേറൊരു രാജ്യം. അതായത് ഇവർക്ക് കോസ്റ്റ് ലൈൻ ഇല്ല. അതുകൊണ്ട് ബീച്ചിൻ്റെ യാതൊരു ആക്ടിവിറ്റി ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ ഈ ഇത്തരം ലേക്കുകളാണ് ഇവർ വേനൽക്കാലത്ത് ബീച്ചുകളായിട്ട് ഇവർ കണക്കാക്കുന്നത്. ആ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് ഇത്തരം തടാകങ്ങളുടെ സൈഡിലാണ്. എല്ലായിടത്തും ആളുകൾ വന്ന് തമ്പടിക്കുന്നു. അവിടെ പല പല വീടുകളും അല്ലെങ്കിൽ ഹോം സ്റ്റേകളൊക്കെ ഉണ്ടാവും. വാട്ടർ ആക്ടിവിറ്റീസും ബീച്ച് ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അവിടെയുള്ള ഓരോ തടാകവും സജ്ജമാക്കിയിരിക്കുന്നത്. സ്റ്റേഷനിൽ വന്നിറങ്ങി സാർഗനിൽ നമുക്ക് ഇനി ഒരു ബസ് കയറിയിട്ട് വേണം ലിഷൻസ്റ്റീൻ്റെ ക്യാപിറ്റലിലേക്ക് പോകാനായിട്ട്, വഡൂഷ്. അപ്പോൾ ഈ പുറകെ കാണുന്ന ബസ്സുകളാണ് വഡൂഷിലേക്കുള്ളത്. സാർഗൻ സ്റ്റേഷനിൽ നിന്ന് ഇത് അധികം ദൂരമില്ല, ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വഡൂഷിലെത്താൻ പറ്റും. ഓസ്ട്രിയയുടെയും സ്വിറ്റ്സർലൻഡിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞൻ വളരെ ടൈനി കൺട്രിയാണ്. ലിച്ചൻസ്റ്റീനിലേക്ക് പോകുന്നു, അതിൻ്റെ ക്യാപിറ്റലായ വഡൂഷിലേക്ക്. സാർഗൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 ടൈപ്പ് ബസ്സാണ് നമുക്ക് വഡൂസിലേക്കുള്ളത്. ഒന്ന് ഓർഡിനറി ടൈപ്പാണ്, മറ്റൊന്ന് എക്സ്പ്രസ് ടൈപ്പ്. ഓർഡിനറി ബസ് ഏകദേശം 1 മണിക്കൂർ എടുക്കും വഡൂഷിലെത്താനായിട്ട്. എക്സ്പ്രസ് ആണെങ്കിൽ നമുക്കൊരു 25 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ടൊക്കെ അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എക്സ്പ്രസ് ലൈനിൽ തന്നെയാണ് ഞങ്ങൾ കയറിയത്. കാരണം അധികം സമയമില്ലല്ലോ, നമുക്ക് അവിടെ പോയി വഡൂഴ്സൊക്കെ ഒന്ന് കാണാം, തിരിച്ചിങ്ങോട്ട് വരാം. ആകെ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറേ ചിലവഴിക്കാനുള്ളൂ. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. മനോഹരമായ സ്വിറ്റ്സർലൻഡിൻ്റെ കാഴ്ചകൾ. സാർഗൻസ് സ്വിറ്റ്സർലൻഡിലാണ്. അപ്പോൾ നമ്മളിനി ബോർഡർ കടക്കാനായിട്ട് കുറച്ച് സമയം കൂടിയുണ്ട്. ഇത് പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ, കാരണം ഭൂപ്രകൃതിയൊക്കെ അത് കാണുന്നത് കണ്ടില്ലേ. ഇത് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് 2 രാജ്യത്തും, സ്വിറ്റ്സർലൻഡിലായാലും ലിച്ചൻസ്റ്റീനിലായാലും. അപ്പോൾ ഈ ബസ് ആണെങ്കിൽ നല്ല സൗകര്യമുള്ള ബസ്സാണ് കേട്ടോ.
ഒരു ടൂറിസ്റ്റ് ബസ് പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ആ വിൻഡോ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ തേജു ആ വിൻഡോയിലൊക്കെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയൊക്കെയാണ്. സ്വിസിൻ്റെ ആൽപ്സിൻ്റെ ഏരിയയും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും കുറേ നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ കടന്നാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പല ഭാഗത്തും ഇങ്ങനെ ആൽപ്സ് അതിർവരമ്പായിട്ടൊരു പശ്ചാത്തലം പോലെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പല രീതിയിലുള്ള കൃഷി സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മളീ കടന്നു പോകുന്നത്. എയർപോർട്ടുകളോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ ഇല്ലാത്ത ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് റോഡ് മാർഗം മാത്രമേ ലിച്ചൻസ്റ്റീനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലിച്ചൻസ്റ്റീനിലേക്കുള്ള നേരിട്ടുള്ള ബസ് അല്ലെങ്കിൽ ഓസ്ട്രിയക്ക് പോകുന്ന ബസ്സുകളിലോ അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകുന്ന ബസ്സുകളിലൊക്കെ നമുക്ക് കയറി ഇവിടെ ഇറങ്ങാൻ പറ്റും. ഏകദേശം 160 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചെറിയൊരു രാജ്യമാണെന്നല്ലേ. ആകെ 40,000 മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. അങ്ങനെ നമ്മൾ ലിച്ചൻസ്റ്റീനിലെത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിച്ചൻസ്റ്റീനിലാണ്. ഹായ്, അപ്പോൾ നമ്മളിതാ ലിച്ചൻസ്റ്റീൻ്റെ ക്യാപിറ്റലായ വഡൂഷിലെത്തിയേക്കാണ്. അത്ര വലിയ സിറ്റി ഒന്നുമല്ല, ചെറിയൊരു ടൗണാണത്. അതിന് ക്യാപിറ്റലാണ് ഈ വഡൂഷ്. ആ ക്യാപിറ്റൽ പോലും ഇത്ര ആൾക്കാരുള്ളൂ. ആകെ 3000 ആൾക്കാർ താമസിക്കുന്ന ഒരു ക്യാപിറ്റലാണിത്. സ്വിറ്റ്സർലൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ ലിച്ചൻസ്റ്റീൻ എന്ന രാജ്യത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടെ എയർപോർട്ടുകളില്ല, റെയിൽവേ സ്റ്റേഷൻസ് ഇല്ല, പോർട്ടില്ല, അതുപോലെ കോസ്റ്റൽ ലൈൻ ഇല്ല. അതായത് ബീച്ച് ആക്ടിവിറ്റികളൊന്നും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ പെട്ടുപോയ ഒരു കുഞ്ഞൻ രാജ്യമാണത്. അതുപോലെ ഇവർ സംസാരിക്കുന്ന ഭാഷയാവട്ടെ ജർമ്മനാണ്. ഉപയോഗിക്കുന്ന കറൻസി സ്വിസ് ഫ്രാങ്ക് ആണ്. സ്വന്തമായിട്ടൊന്നുമില്ല. പക്ഷേ ഇവരുടെ GDP കേട്ടാൽ നമ്മൾ ഞെട്ടും. ലോകത്തിലെ ഏറ്റവും ഉയർന്ന GDP ഉള്ള അതുപോലെ കുറഞ്ഞ തൊഴിലില്ലായ്മയുള്ള രാജ്യമാണ് ലിച്ചൻസ്റ്റീൻ. ആ ലിച്ചൻസ്റ്റീൻ്റെ ക്യാപിറ്റലായ വഡൂഷിലാണ് നമ്മളിപ്പോൾ. ഇവിടെ വഡൂഷ് സെൻറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ചർച്ചിലൊന്നാകേണ്ട ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ്. വലിയ അധികം കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. പിന്നീട് ഞങ്ങൾ പോയത് ഒരു കത്തീഡ്രലിൻ്റെ സമീപത്തേക്കാണ്. ലിച്ചൻസ്റ്റീൻ പ്രിൻസിപ്പാലിറ്റിയുടെ തലസ്ഥാനമായ വഡൂസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോമൻ കാത്തലിക് പള്ളിയാണ് ഈ വഡൂസ് കത്തീഡ്രൽ. നിയോ ഗോത്തിക് ശൈലിയിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സെന്റ് ഫ്ലോറിൻ കത്തീഡ്രൽ എന്നും ഇതറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് ഈ കത്തീഡ്രൽ ഇവിടെ നിർമ്മിച്ചത്. ഈ പള്ളിയുടെ സമീപത്തായി ഒരു മൊനാസ്ട്രി കൂടിയുണ്ട്. ഞങ്ങൾ ആ ഭാഗത്തേക്കൊക്കെ നടക്കുകയാണ്. നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ലിച്ചൻസ്റ്റീൻ നിവാസികളാണ് കൂടുതൽ വരുന്നത്. ടൂറിസ്റ്റുകളായിട്ടൊന്നും അധികം ആളുകളെ കാണുന്നില്ല. വരുന്നവരിൽ മിക്കവരും വളരെ പ്രായം ചെന്ന ആൾക്കാരാണ്. അവർ തേജുവിനെ കാണുമ്പോൾ അവൻ്റെ കുസൃതികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ മൊനാസ്ട്രിയിലെ കാഴ്ചകളും അതുപോലെ കത്തീഡ്രലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇനി ലിച്ചൻസ്റ്റീൻ തന്നെ തിരിക്കുകയാണ്. ചെറിയൊരു ഗാർഡൻ ഏരിയയിൽ കൂടെ താഴേക്ക് ഇറങ്ങി ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തി. ഈ ലിച്ചൻസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, അത് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കറങ്ങി തീർക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ചെറിയൊരു രാജ്യമാണ്. ഞങ്ങൾ ഇന്ന് തന്നെ 1-2 മണിക്കൂർ കൊണ്ടാണ് ക്യാപിറ്റലായ വഡൂഷും അതുപോലെയുള്ള അതിനു ചുറ്റുമുള്ള ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ ഇപ്പോൾ തിരിച്ചു പോരുകയാണ്. ഇനി ഞങ്ങൾക്ക് സാർഗൻസിലെത്തണം. സാർഗൻസിൽ നിന്ന് ലുസേണിലേക്കുള്ള ട്രെയിൻ പിടിക്കണം. അങ്ങനെ പോരുന്ന വഴിക്ക് ഞാൻ ഇത്തവണ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. അതായത് ഡ്രൈവറുടെ സീറ്റിന് തൊട്ട് ചേർന്നിട്ടുള്ള സീറ്റിൽ നമുക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ചേട്ടനെ തോന്നിക്കാണും, നന്നായിട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചേട്ടൻ എന്നോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അതുമാത്രമല്ല ഈ ഡ്രൈവറേട്ടൻ എനിക്ക് ഓരോ സ്ഥലമെത്തുമ്പോഴും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് സ്വിറ്റ്സർലൻഡ് ലിച്ചൻസ്റ്റീൻ ബോർഡർ എത്തുമ്പോൾ, അതായത് ഒരു പാലത്തിൻ്റെ അവിടെ എത്തുമ്പോഴാണ് ആ ബോർഡർ കാണാവുന്നത്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ഓരോ കാസിൽസും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ അത് കാണിച്ചു തരും. അങ്ങനെ ഞങ്ങൾ വന്ന വഴി തന്നെയാണത്. ആ വഴിയിലുള്ള കാഴ്ചകളൊക്കെ പകർത്ത് ഞാൻ ബസ്സിലിരിക്കുകയാണ്. സാർഗൻ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് സ്യൂറിക് സ്റ്റേഷനിലെത്തി. നല്ലൊരു ട്രെയിൻ തന്നെയാണ് ഞങ്ങൾ കയറിയത്. ഇതിപ്പോൾ
ഓക്കെ നിന്നെ കൂടി ചേർക്കണോ? ഓക്കെ സോറി. ലിച്ചൻസ്റ്റീനിൽ നിന്ന് ഞങ്ങളിപ്പോൾ സാർഗനിൽ വന്നു. സാർഗനിൽ നിന്ന് സൂറിച്ചിലെത്തി. ഇനി ലുസേണിലേക്ക് പോകണം. ഞങ്ങളുടെ ഹോട്ടൽ അവിടെയാണല്ലോ. സൂറിച്ചിൽ നിന്ന് ലുസേണിലേക്കുള്ള ഫസ്റ്റ് ക്ലാസ് കോച്ചാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ക്ലാസ് കോച്ച് ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവട്ടോ. തിരക്ക് കുറവൊന്നുമല്ല, ഒട്ടും തന്നെ ആളില്ല. നല്ല കിടിലൻ കോച്ച് തന്നെ. എന്ത് രസമാണല്ലോ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, എന്ത് വൃത്തിയാണ്, അതുപോലെ എന്തെല്ലാം സൗകര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ടിക്കറ്റ് എക്സാമിനറൊക്കെ വന്നു. തേജുവിന് ഒരു കുഞ്ഞു ടിക്കറ്റൊക്കെ എക്സാമിനർ സമ്മാനിച്ചു. യുവർ ബേബി ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയും അതുപോലെ ലിച്ചൻസ്റ്റീൻ എന്നുള്ള ഒരു രാജ്യവും കണ്ട് ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ ഒരു ദിവസം കൂടി അങ്ങനെ തീരുകയായിരുന്നു. ബൈ.